സോളിഡ്സ് ഘനരൂപങ്ങൾ. ഈ പാഠവുമായി ബന്ധപ്പെട്ട പ്രധാന ഫോർമുലകൾ നോക്കാം. സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപിക. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ സ്തൂപികയുടെ പാദം സമചതുര ആകൃതിയിലാണ്. ബേസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ ഷേപ്പാണ്. മറ്റ് 4 മുഖങ്ങൾ ത്രികോണ ആകൃതിയിലുമാണ്. ഫേസസ് ട്രയാങ്കുലർ ഷേപ്പിലാണ്. ഇതിൻ്റെ ബേസ് എഡ്ജ് അഥവാ പാദവക്ക് എ ആയിട്ടെടുക്കാം. പാദവശം സമചതുര ആകൃതിയിലായതിനാൽ 4 വശങ്ങളുടെയും നീളം എ തന്നെ. സ്തൂപികയുടെ ഉയരം എച്ച് ആയിട്ടെടുക്കാം. പിരമിഡിൻ്റെ അപ്പെക്സിൽ നിന്ന് ബേസിൻ്റെ മിഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച്. ബേസ് ഡയഗണൽ ഡി ആയിട്ട് ഡിനോട്ട് ചെയ്യാം. നമ്മുടെ പാദവശത്തിൻ്റെ വികരണത്തിൻ്റെ നീളം അതാണ് ഡി. പാദം സമചതുര ആകൃതിയിലായതുകൊണ്ട് തന്നെ 2 തുല്യ വികരണങ്ങൾ നമുക്ക് ലഭിക്കും. അടുത്തത് സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചെരിവുയരം. എൽ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മുടെ സ്ക്വയർ പിരമിഡിൻ്റെ ട്രയാങ്കുലർ ഫേസിൻ്റെ ഹൈറ്റിനെയാണ് എൽ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സമചതുര സ്തൂപികയുടെ കോണാകൃതിയിലുള്ള വശങ്ങളുടെ ഉയരം അതാണ് എൽ. ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വവക്ക്. ഈ ത്രികോണത്തിൻ്റെ മറ്റ് 2 വശങ്ങൾ അവയുടെ നീളം അതാണ് ഇ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സ്തൂപികയുടെ പാദവശങ്ങൾ അല്ലാത്ത വശങ്ങളുടെ നീളം അതാണ് ഇ. സമചതുര സ്തൂപികയ്ക്കുള്ളിൽ നമുക്ക് 3 വ്യത്യസ്ത മട്ടത്രികോണങ്ങൾ കാണാം. ഇവയെ പൈതഗോറസ് സിദ്ധാന്തത്തിൻ്റെ സഹായത്തോടെ 3 സമവാക്യങ്ങളായി എഴുതാം. ഫസ്റ്റ് നമുക്ക് സ്ക്വയർ പിരമിഡിൻ്റെ ഹൈറ്റും ബേസും അതേപോലെ സ്ലാൻഡ് ഹൈറ്റും സൈഡ്സ് ആയിട്ട് വരുന്ന ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് നോക്കുന്നത്. ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് വരുന്നത് സ്ലാൻഡ് ഹൈറ്റ് ആണ്. പെർപെൻഡിക്കുലർ സൈഡ്സ് ഹൈറ്റും ബേസിൻ്റെ പകുതിയും. എച്ച് സ്ക്വയർ പ്ലസ് a/2 the whole square equals l square. അടുത്ത മട്ടത്രികോണം നോക്കാം. സ്ലാൻഡ് ഹൈറ്റും ലാറ്ററൽ എഡ്ജും സൈഡ്സ് ആയിട്ട് വരുന്ന റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. ചെരിവുയരവും പാർശ്വവക്കും വശങ്ങളായി വരുന്ന മട്ടത്രികോണം നോക്കാം. ഈ മട്ടത്രികോണത്തിൻ്റെ കർണം ഇ ആണ്. ലംബവശങ്ങളായിട്ട് വരുന്നത് എല്ലും a/2ഉം. എൽ സ്ക്വയർ പ്ലസ് a/2 the whole square equals e square. അടുത്ത മട്ടത്രികോണം നമ്മുടെ സ്തൂപികയുടെ ഉള്ളിലായിട്ട് വരുന്നത് പോലെയാണ് നമുക്ക് കാണുന്നത്. ഇതിൻ്റെ കർണമായിട്ട് വരുന്നത് പാർശ്വവക്കാണ്. മറ്റ് ലംബവശങ്ങളായിട്ട് വരുന്നത് നമ്മുടെ സ്തൂപികയുടെ ഉയരവും അതേപോലെ വികരണത്തിൻ്റെ പകുതി ഭാഗവുമാണ്. ഡയഗണലിനെ ഡി എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡയഗണലിൻ്റെ ഹാഫ് പാർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് d/2. എച്ച് സ്ക്വയർ പ്ലസ് d/2 the whole square equals e square. ഈ സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യേണ്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് കാണാറുണ്ട്. സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് സ്ക്വയർ ഷേപ്പിലാണുള്ളത്. അതായത് 4 സൈഡ്സും ഈക്വൽ ആണ്. ഈ ബേസിൻ്റെ ഏരിയ ഒരു സൈഡ് എ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് ഏരിയ എ സ്ക്വയർ. പാദപരപ്പളവ് എ സ്ക്വയർ ആണ്. അടുത്തത് സമചതുര സ്തൂപികയുടെ പാദ ചുറ്റളവ്. ഒരു വശം എ ആയിട്ടെടുത്താൽ പാദ ചുറ്റളവ് 4a ആണ്. സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത് 4a. ബേസ് ഡയഗണൽ അഥവാ പാദവികരണം. പാദത്തിൻ്റെ നീളം എ ആയിട്ടെടുത്താൽ പാദവികരണത്തിൻ്റെ നീളം a√2 ആണ്.
ഇനി ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ പാർശ്വതല പരപ്പളവ്. സ്ക്വയർ പിരമിഡിൻ്റെ ലാറ്ററൽ സർഫസ് അഥവാ പാർശ്വതലം ത്രികോണ ആകൃതിയിൽ ട്രയാങ്കുലർ ഷേപ്പിലാണ് ഉള്ളത്. ഈ ട്രയാങ്കുലർ ഷേപ്സിൻ്റെ ഏരിയ നോക്കാം. പാദത്തിൻ്റെയും ഉയരത്തിൻ്റെയും ഗുണനഫലത്തിൻ്റെ പകുതിയാണ് പരപ്പളവ്. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ബേസിൻ്റെയും ഹൈറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെ പകുതിയാണ്. ഇവിടെ ബേസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എയും ഹൈറ്റ് എന്ന് പറയുന്നത് എല്ലുമാണ്. സോ ഏരിയ എന്ന് പറയുന്നത് 1/2 × A × L ആണ്. ഇത് ഒരു ഫേസിൻ്റെ ഏരിയ ആണ്. ഇത്തരത്തിലുള്ള 4 ഫേസുകളുണ്ട്. സോ ടോട്ടൽ ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടുന്നതിന് ഒരു ട്രയാങ്കുലർ ഫേസിൻ്റെ ഏരിയനോട് 4 മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ പാർശ്വതല പരപ്പളവ് എന്ന് പറയുന്നത് 2AL ആണ് എന്ന് കിട്ടുന്നു. അടുത്തത് സ്ക്വയർ പിരമിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ, ആകെ ഉപരിതല പരപ്പളവ്. ബേസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും കൂടി ചേരുന്നതാണ് ടോട്ടൽ സർഫസ് ഏരിയ. പാദപരപ്പളവും പാർശ്വതല പരപ്പളവും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഉപരിതല പരപ്പളവ് കിട്ടുന്നു. A² + 2AL. സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല നോക്കാം. ബേസ് എയും ഹൈറ്റ് എച്ചും ആയതുകൊണ്ട് വോളിയം ഈക്വൽസ് 1/3 A²H. വ്യാപ്തം സമം 1/3 A²H. അടുത്ത ഘനരൂപം വൃത്തസ്തൂപിക അഥവാ കോണാണ്. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പിലാണ് ഉള്ളത് എന്നും ഓർക്കുക. ബേസ് റേഡിയസ് അഥവാ പാദ ആരത്തിനെ R എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. താഴെ ഒരു വൃത്തഭാഗമാണല്ലോ, അപ്പോൾ ആ വൃത്തഭാഗത്തിൻ്റെ ആരമാണ് R. സ്തൂപികയുടെ ഉയരത്തിനെ നമുക്ക് H എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. അപ്പെക്സിൽ നിന്ന് ആ ബേസിൻ്റെ സെൻറ്ററിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതാണ് H. സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചെരിവ് ഉയരത്തിന് L എന്ന അക്ഷരമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഫിഗർ നോക്കിയാൽ നമുക്കിവിടെ ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ കാണാം. എച്ചും ആറും എല്ലും സൈഡ്സായിട്ട് വരുന്ന ഒരു മട്ട ത്രികോണം കാണാം. അതുകൊണ്ട് തന്നെ R² + H² = L² എന്ന് കിട്ടുന്നു. ബേസ് സർക്കുലർ ഷേപ്പിലാണ്, അതുകൊണ്ട് പാദപരപ്പളവ് അഥവാ ബേസ് ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ആരം R ആയി വരുന്ന വൃത്തത്തിൻ്റെ ചുറ്റളവ് 2πr ആണ്. അതുകൊണ്ട് ബേസ് പെരിമീറ്റർ അഥവാ പാദ ചുറ്റളവ് 2πr ആണ്. കോണിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ അഥവാ വക്രതല പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം πrL. ആരവും ചെരിവുയരവും ഗുണിച്ച് ഗുണനഫലത്തോട് π ഗുണിച്ചാൽ വക്രതല പരപ്പളവ് അഥവാ കേർവ്ഡ് സർഫസ് ഏരിയ കിട്ടുന്നു. കോണിൻ്റെ ആകെ സർഫസ് ഏരിയ, വൃത്തസ്തൂപികയുടെ ആകെ ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കുന്നതിന് പാദപരപ്പളവും വക്രതല പരപ്പളവും തമ്മിൽ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. സർഫസ് ഏരിയ ഈക്വൽസ് πr² + πrL. ഒരു കോണിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന സ്പേസ്, അതായത് കോണിൻ്റെ വോളിയം അഥവാ വ്യാപ്തം 1/3 πr²H. ഇതെല്ലാമാണ് വൃത്തസ്തൂപികയുമായി ബന്ധപ്പെട്ട പ്രധാന ഫോർമുലകൾ. ഒരു വൃത്തം അല്ലെങ്കിൽ വൃത്താംശം മടക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് കോൺ കിട്ടുന്നത്. ഈ സെക്ടറിൻ്റെ റേഡിയസ്, അതായത് വൃത്താംശത്തിൻ്റെ ആരത്തിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ട് ഡിനോട്ട് ചെയ്യാം. കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് L ആയിട്ടും ബേസ് റേഡിയസ് സ്മോൾ ലെറ്റർ R ആയിട്ട് നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. കൺഫ്യൂഷൻ ആവരുത്, സെക്ടറിന് ക്യാപിറ്റൽ ലെറ്റർ Rഉം കോണിന് സ്മോൾ ലെറ്റർ Rഉമാണ് യൂസ് ചെയ്യുന്നത്.
സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ, വൃത്തസ്തൂപികയുടെ കേന്ദ്ര കോണിന് നമുക്ക് എക്സ് എന്ന് ഉപയോഗിക്കാം. ചിത്രത്തിൽ ഇവിടെ തീറ്റ എന്ന നൊട്ടേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൽ നിന്ന് ഒരു കാര്യം കൂടി വ്യക്തമാണ്. സെക്ടറിൻ്റെ റേഡിയസും കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റും വൃത്താംശത്തിൻ്റെ ആരവും വൃത്തസ്തൂപികയുടെ ചെരിവ് ഉയരവും തുല്യമായി വരുന്നതായി കാണാം. വൃത്താംശം വൃത്തസ്തൂപികയായി മാറുമ്പോൾ ഇവയുടെ പരപ്പളവുകൾ തുല്യമായിരിക്കും. ഏരിയ ഓഫ് സെക്ടർ ഈക്വൽസ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ. വൃത്താംശത്തിൻ്റെ പരപ്പളവും വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവും തുല്യമാണ്. സെൻട്രൽ ആംഗിൾ എക്സും റേഡിയസ് ക്യാപിറ്റൽ ആറും ആയതുകൊണ്ട് ആ സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് x/360 × πr² ആണ്. കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ πr ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ വി ഹാവ് x/360 × πr² = πrl. ഒരു പേപ്പറിൽ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഫാക്റ്റുകളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു സെക്ടറിൻ്റെ ആർക്ക് ലെങ്ത്തും കോണിൻ്റെ ബേസ് പെരിമീറ്ററും ഈക്വലാണ്. വൃത്താംശത്തിൻ്റെ ചാപനീളവും വൃത്തസ്തൂപികയുടെ പാദചുറ്റളവും തുല്യമാണ്. x/360 × 2πr = 2πr. ഇപ്പോൾ രണ്ട് വശത്തുനിന്നും 2π കോമൺ ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളയുമ്പം x/360 = r/r. x/360 ഈക്വൽസ് സ്മോൾ ലെറ്റർ r/R എന്ന് കിട്ടുന്നു. ഈ ഒരു റേഷ്യോ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് സ്ഫിയർ അഥവാ ഗോളം. ആരം 6 വരുന്ന ഗോളത്തിൻ്റെ വ്യാപ്തം 4/3 πr³ ആണ്. വോളിയം = 4/3 πr³. സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ = 4πr². ഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം 4πr². സ്ഫിയറുമായി ബന്ധപ്പെട്ട് ഹെമിസ്ഫിയർ പഠിക്കാം. ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളം റേഡിയസ് r ആയിട്ട് തന്നെ എടുക്കാം. സ്ഫിയറിൻ്റെ വോളിയം 4/3 πr³ ആണ്. അപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ വോളിയം അതിൻ്റെ പകുതി 2/3 πr³. ഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് 4πr² ആണ്. അർദ്ധഗോളത്തിൻ്റെ വക്രതല പരപ്പളവ് അതിൻ്റെ പകുതി 2πr². ഇനി നമുക്ക് നോക്കിയാൽ ഈ അർദ്ധഗോളത്തിന് താഴെ ഒരു വൃത്തഭാഗം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ആകെ ഉപരിതല പരപ്പളവ് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കർവ്ഡ് സർഫസ് ഏരിയയും ആ ബേസ് ഏരിയയും കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ബേസ് ഏരിയ സർക്കിൾ ആയതുകൊണ്ട് πr² ആണ്. സോ ദ ടോട്ടൽ സർഫേസ് ഏരിയ ആകെ ഉപരിതല പരപ്പളവ് 3πr² ആണ്. ഈ സൂത്രവാക്യങ്ങളെല്ലാം എഴുതി പ്രത്യേകമായി മനസ്സിൽ സൂക്ഷിക്കുക.